ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ്. റേഷ്യോ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിൽ റേഷ്യോസിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ, മിക്സഡ് ഓർ കമ്പൈൻഡ് റേഷ്യോ ഓർ കോമ്പോസിറ്റ് റേഷ്യോ. ഓക്കെ, അതിൽ ഫസ്റ്റ് ബാലൻസ് ഷീറ്റ് റേഷ്യോ. Ratios calculated from taking various items from the balance sheet are called balance sheet ratio. For example, current ratio, liquid ratio, capital gearing ratio, debt equity ratio, proprietary ratio, etc. ക്ലാസിഫിക്കേഷനിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഡാറ്റ എടുത്താണ് റേഷ്യോ കാണുന്നതെങ്കിൽ അങ്ങനെയുള്ള റേഷ്യോസിനെ ബാലൻസ് ഷീറ്റ് റേഷ്യോ എന്ന് വിളിക്കും. കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണ് കറൻറ്റ് റേഷ്യോ. ബാലൻസ് ഷീറ്റിൽ നിന്നാണ് കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റി എടുക്കുന്നത്. അതുപോലെ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് എടുത്ത് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. ലിക്വിഡ് റേഷ്യോയും ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഒക്കെ എക്സാമ്പിളാണ് അതിന്. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ ഡാറ്റ എടുത്ത് അതിൽ നിന്ന് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഡിറൈവ് ചെയ്യുന്ന റേഷ്യോനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോ, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ എന്നാണ് വിളിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് റേഷ്യോ കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഡാറ്റ അപ്പിയറിംഗ് ഇൻ ദി ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ കോൾഡ് റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോ. ഫോർ എക്സാമ്പിൾ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, എക്സെട്ര. ഈ റേഷ്യോസ് എല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുള്ള ഐറ്റം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് റേഷ്യോ ആയാലും ശരി, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആയാലും ശരി, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഒക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുള്ള ഐറ്റംസ് എടുത്താണ് ചെയ്യുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് ചെയ്യുക, അല്ലേ? ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും നമുക്ക് ഏതെന്ന് വരുന്നതാണ്? പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന്, ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് ഐറ്റംസ് എടുത്ത് ചെയ്യുമ്പോൾ ആ റേഷ്യോനെ നമ്മൾ എന്ത് വിളിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോ എന്ന് വിളിക്കും. ആൻഡ് തേർഡ് വൺ ഈസ് മിക്സഡ് ഓർ കമ്പൈൻഡ് ഓർ കോമ്പോസിറ്റ് റേഷ്യോ. നമ്മൾ ഡാറ്റ എടുക്കുന്നത് ബാലൻസ് ഷീറ്റിൽ നിന്നും ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ, കമ്പൈൻ ചെയ്തിട്ടാണെങ്കിൽ, ദാറ്റ് റേഷ്യോസ് ആർ നോൺ ആസ് കോമ്പോസിറ്റ് റേഷ്യോ, മിക്സഡ് റേഷ്യോ ഓർ കമ്പൈൻഡ് റേഷ്യോ. ബാലൻസ് ഷീറ്റിൽ നിന്ന് മാത്രമല്ല, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും കൂടെയാണ് നമ്മൾ ഒരു ഐറ്റം എടുക്കുന്നത്, മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ റേഷ്യോവിനെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. വെൻ ഡാറ്റ ഫ്രം ബോത്ത് ബാലൻസ് ഷീറ്റ് ആൻഡ് റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ആർ യൂസ്ഡ്, ഇറ്റ് ഈസ് കോൾഡ് മിക്സഡ് ഓർ കോമ്പോസിറ്റ് റേഷ്യോ. ഫോർ എക്സാമ്പിൾ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ, അക്കൗണ്ട് പേയബിൾ ടേൺ ഓവർ റേഷ്യോ, ഇങ്ങനെയുള്ള റേഷ്യോസൊക്കെ ഏതാണ്? രണ്ടെന്നും എടുക്കുന്നതാണ്. ഒരു ഐറ്റം ബാലൻസ് ഷീറ്റിൽ നിന്നാണെങ്കിൽ ഒരു ഐറ്റം എടുക്കുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് 3 റേഷ്യോ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓൺ ദി ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൻ്റെ ബേസിലാണെങ്കിൽ റേഷ്യോനെ നമ്മൾ 5 ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ്? ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ഓക്കെ, അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ നോക്കാം. ദീസ് ആർ യൂസ്ഡ് ടു മെഷർ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. These ratios are highly useful to creditors, commercial banks that provide short-term credit. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് യൂസ്ഡ് ടു മെഷർ ദി ഷോർട്ട് ടേം സോൾവൻസി ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം സോൾവൻസി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. അതായത് ഒരു ഫേമിൽ എത്രത്തോളം കറണ്ട് അസറ്റ് ഉണ്ട്, അതായത് കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള കറണ്ട് അസറ്റ് ഫേമിലുണ്ടോ എന്നുള്ളതാണ് അവിടെ മെഷർ ചെയ്യുന്നത്. കറണ്ട് ലയബിലിറ്റി മീൻസ് എന്താണ്? ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കൊടുത്ത് തീർക്കേണ്ട ലയബിലിറ്റിയാണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, എക്സെട്ര. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സ്, അതേപോലെ ഷോർട്ട് ടേം ലോൺ, ഇതൊക്കെ ഷോർട്ട് ടേം ബേസിൽ എടുക്കുന്ന ലോണാണെങ്കിൽ ഒരു ഇയറിൻ്റെ ഉള്ളിൽ അടച്ചു തീർക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള കറണ്ട് അസറ്റ് ക്യാഷ് ആയിട്ടോ, ബാങ്ക് ബാലൻസ് ആയിട്ടോ, സ്റ്റോക്ക് ആയിട്ടോ, ഡെറ്റേഴ്സ് ആയിട്ടോ, BR ആയിട്ടോ ഒക്കെ കയ്യിലുണ്ടോ എന്നുള്ളത്, ഫിനാൻഷ്യലി എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, ഷോർട്ട് ടേം സോൾവൻസി സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് ഈ ലിക്വിഡിറ്റി റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ലിക്വിഡിറ്റി പൊസിഷൻ അറിയാനാണ് ഈ ലിക്വിഡിറ്റി റേഷ്യോ യൂസ് ചെയ്യുന്നത്.
അടുത്തതെന്ന് പറയുന്നത് ഏതാണ്? ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഫിനാൻഷ്യൽ അസറ്റ് ആസ്പെക്ട്സിൻ്റെ ബേസിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഫിനാൻഷ്യൽ ആസ്പെക്ട്സിൽ രണ്ടാമത്തത് സോൾവൻസി റേഷ്യോ ആണ്. എന്താണ് സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്? സോൾവൻസി റേഷ്യോ എന്ന് പറയുമ്പോൾ ദീസ് ആർ ദി റേഷ്യോ ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് solvency ratio that is used to meet the ability of a firm to pay its outside liability. എന്ന് വെച്ചാൽ എന്താ? ലോങ് ടേം ലയബിലിറ്റി ഉണ്ടാവും, ഷോർട്ട് ടേം ലയബിലിറ്റി ഉണ്ടാവും അല്ലേ? അതൊക്കെ മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഫേമിനുണ്ടോ? അതായത് ഷോർട്ട് ടേം ലയബിലിറ്റി മാത്രമല്ല, ലോങ് ടേം ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള കഴിവ് ഫേമിനുണ്ടോ എന്നാണ് സോൾവൻസി റേഷ്യോയിലൂടെ നോക്കുന്നത്. സോൾവൻസി റേഷ്യോ ലിവറേജ് റേഷ്യോ എന്നൂടെ വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ഫേം. ഒരു ഫേമിൻ്റെ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷനാണ് സോൾവൻസി റേഷ്യോയിലൂടെ അനലൈസ് ചെയ്യുന്നത്. ദീസ് റേഷ്യോസ് യൂസ്ഡ് ടു അനലൈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? ലിവറേജ് റേഷ്യോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രക്ചറൽ റേഷ്യോയും കവറേജ് റേഷ്യോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സോൾവൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ആക്ടിവിറ്റി റേഷ്യോ ആണ്. എന്താണ് ആക്ടിവിറ്റി റേഷ്യോ നോക്കാം. ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് റേഷ്യോസ് വരുന്നുണ്ട്. ആക്ടിവിറ്റി റേഷ്യോയിൽ മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് കാണിക്കുന്നത് ഹൗ എഫക്റ്റീവ്ലി എ ഫേം യൂസസ് ഇറ്റ്സ് അവൈലബിൾ റിസോഴ്സസ് ഓർ അസറ്റ്സ്. ഫേമിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അസറ്റ്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ആക്ടിവിറ്റി റേഷ്യോയിലൂടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഇൻഡിക്കേറ്റ് ദ എഫിഷ്യൻസി ഇൻ അസറ്റ് മാനേജ്മെൻറ്റ്. അസറ്റ് എത്രത്തോളം നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്, അതിൽ ഫേം എഫിഷ്യൻ്റ് ആണോ എന്നാണ് ആക്ടിവിറ്റി റേഷ്യോയിൽ ചെയ്യുന്നത്. എഫിഷ്യൻസി റേഷ്യോ എന്നോ പെർഫോമൻസ് റേഷ്യോ എന്നോ അസറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയാറുണ്ട്. അതായത് അസറ്റ് എത്രത്തോളം കയ്യിലുണ്ട്, അത് വളരെ നന്നായിട്ട് ബെറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഒക്കെ ഇതിന് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ അടുത്തത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നമുക്കറിയാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ യൂസ് ചെയ്യുന്നത്? പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനാണ് അല്ലേ? ഒരു ഫേമിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ എന്താണ് എയിം ചെയ്യുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്, അല്ലെങ്കിൽ എൻജിൻ ദാറ്റ് ഡ്രൈവ് എ ബിസിനസ് അല്ലേ? ഒരു ബിസിനസ് ഡ്രൈവ് ചെയ്യുന്ന എൻജിനാണ്, ലൈഫ് ബ്ലഡാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു ഫേം എത്രത്തോളം നന്നായി പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റിയുടെ ആ ഒരു എബിലിറ്റി എത്രത്തോളം ഉണ്ട്, എബിലിറ്റി ടു ഏൺ പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എബിലിറ്റി ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് ഫ്രം ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദെയർ അസറ്റ്. അവരുടെ അസറ്റ് എത്രത്തോളം ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും ബെസ്റ്റായിട്ട് യൂസ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് ഫേമിന് കഴിവുണ്ടോ എന്ന് മെഷർ ചെയ്യാനാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, അതേപോലെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, അങ്ങനെ പ്രോഫിറ്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന റേഷ്യോസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, അതേപോലെ എക്സ്പെൻസ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് സെയിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓരോ റേഷ്യോവും എത്രത്തോളം, ഈ സെയിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓരോ എക്സ്പെൻസും എത്ര പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് സെയിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും ആ പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ആണ്. എന്താണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്? These ratios are used for evaluating shares and stock which are traded in the market. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ സ്റ്റോക്കിന് ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. The value of share in stock exchange depend upon number of factors like book value of share, future profitability of company, return on equity share, earning per share, price earning ratio, dividend policy, dividend per share, etc. അപ്പോൾ ഡിവിഡൻറ്റ് ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര ഡിവിഡൻറ്റ് കിട്ടും, ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര ഏർണിങ്സ് കിട്ടും, ഓക്കെ, ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിൽ എത്ര ഏർണിംഗ് കിട്ടുന്നുണ്ട്, അതേപോലെ ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി എന്തായിരിക്കും, ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂ എന്താണ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ
അതിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ട്, ഒരു ഷെയറിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ട്, എത്രത്തോളം വാല്യുബിളാണ് ആ ഷെയർ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ട റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് റേഷ്യോ ഈസ് നോൺ ആസ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള റേഷ്യോ ആണ്. ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിൽ എത്രയാണ് വരുമാനം കിട്ടുന്നത്, അതുപോലെ ഒരു ടോട്ടൽ ഷെയറിൻ്റെ മുകളിൽ എത്രയാണ് കിട്ടുന്നത്, ഡിവിഡൻഡ് എത്രയാണെന്നുള്ളത്, ഇങ്ങനെയുള്ള റേഷ്യോസൊക്കെ കണ്ടാണ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റേഷ്യോസിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് വിളിക്കും. ആൻഡ് ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റേഴ്സ് റേഷ്യോസ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് റേഷ്യോസ്. ഇൻവെസ്റ്റേഴ്സ് റേഷ്യോ എന്നുകൂടെ വിളിക്കാറുണ്ട്, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് റേഷ്യോ എന്നുകൂടെ വിളിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തു, ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇതിൽ ഓരോ ക്ലാസിഫിക്കേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. കുറച്ചുകൂടി കൂടുതൽ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.